രാജേഷ് ചേട്ടാ, ഇപ്പൊ ഒരാളൊരു ഇൻസ്ട്രുമെന്റ് പഠിക്കാന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേ നമുക്ക് അറിയണ്ടാവില്ല ഇതൊക്കെ എവിടെ ചെന്ന് എത്തും, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലേക്ക് ഇൻസ്ട്രുമെന്റ് കൊണ്ട് നമ്മുടെ കരിയർ പോകുന്നൊക്കെ. രാജേഷ് ചേട്ടന്റെ എങ്ങനെയായിരുന്നു ഈ ഫ്ലൂട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്ട്രുമെന്റിനോടൊരു ഇഷ്ടം, പഠിക്കാനുള്ളൊരു ഇഷ്ടമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചേട്ടനാണ് പഠിച്ചു തുടങ്ങിയത്, ഷാജി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അദ്ദേഹം വായിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ഒരു കൊച്ചു ക്ലാസ്സിന് ഒരു ട്രൂപ്പ് തൊട്ടടുത്തുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ബൽറാം അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. പിന്നെ വളരെ കുറച്ചാണ് പഠിച്ചത്, ഒരു 3 മാസമാണ് ആദ്യത്തെ ഒരു കോഴ്സ്. അതിനുശേഷം ഇങ്ങനെ ചെറിയൊരു പ്രോഗ്രാമൊക്കെ വായിച്ചു തുടങ്ങി. പിന്നെ ദൈവകൃപയാൽ ഇങ്ങനെ പിന്നെ പറഞ്ഞില്ലേ, ഇതുപോലെ നമ്മുടെ വളരെ പ്രിയപ്പെട്ട മ്യൂസീഷ്യൻസ്, ഒത്തിരി മ്യൂസീഷ്യൻസിന്റെ സപ്പോർട്ടർ കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. ഓക്കെ. എന്നാലും ഈ ഫ്ലൂട്ട് വായിക്കുന്ന രാജേഷ് രാജേഷ് എല്ലാവർക്കും എന്താ ഒരേ പേര്? അതിനൊരു കഥയുണ്ട്. അതായത് വേറെ രാജേഷ് ഉണ്ടോ? ജാസി ഗിഫ്റ്റിന്റെ ഒരു ഫിലിമിലാണ് ഫസ്റ്റ് ഞാൻ വായിക്കുന്നത്. അപ്പോ ഈ രാജേഷ് ചേർത്തല എന്ന് അറിയാതൊരു പേര് വന്നത് ഇതുപോലെ കുറെ രാജേഷ്മാരുള്ളതുകൊണ്ടാണ്. ആദ്യമായിട്ട് സീഡിൽ ഒരു ഞാൻ പോലും അറിയാതെ തന്നെ ചേർത്തല വന്ന് ചേർന്നത്. ഓക്കെ. ഞാൻ രാജേഷ് ചേട്ടന്റെ ഭയങ്കര കട്ട ഫാനാണ്. ഓ, ഞങ്ങളും. സാറേ, ഞാൻ ഒരിക്കലും ഒരു പാട്ട് ഇങ്ങനെ എൻ്റെ ഒരു രാജേഷിൻ്റെ ഒരു ബ്രദർ എനിക്ക് അയച്ചു തന്നു ഒരു പാട്ട്. അപ്പോൾ ഞാൻ എത്ര കേട്ടിട്ടും ഇപ്പോൾ ആൾക്കാർ എന്നോട് പറയാറുണ്ട്, രാജേഷേട്ടാ ഞാൻ പാട്ട് കേട്ടിട്ട് എൻ്റെ ഉറക്കം പോയിട്ടുണ്ട്. ഞാൻ ഈ രാജേഷിനെ വായിച്ചൊരു പാട്ട് ഇങ്ങനെ കേട്ട് 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 രാത്രി 1 മണിയായി 2 മണിയായി എനിക്ക് ഉറക്കം വരുന്നില്ല. അത്ര ബോറായിരുന്നു സാർ, അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. സത്യം, ഞാൻ എന്നിട്ട് കാറിൽ പോയിരുന്ന രാജേഷേട്ടൻ വായിച്ചിരുന്ന പാട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്ലൂട്ട് എടുത്തിട്ട് കുറേ നേരം ഇങ്ങനെ വായിച്ചു. ഒരു 3:30-4 മണി ഉറങ്ങിയപ്പോഴേക്കും എനിക്ക് അത്ര ഇഷ്ടമാണ് രാജേഷേട്ടൻ്റെ പ്ലേ. രാജേഷ് കിടക്കാച്ചയാ. അടിപൊളി. രാജേഷ് നമ്മുടെ ചക്കരയാണ്. ഈ 2 രാജേഷ്മാരും ഇതൊരാള് വീട് വെച്ച് തീർന്നിട്ടില്ല. അതിന് മാത്രമേ എനിക്ക് അങ്ങനെ അദ്ദേഹമായിട്ട് ചേർച്ചക്കുറവുള്ളൂ. ഇപ്പൊ പറഞ്ഞു തീർന്നേ ഉള്ളൂ. സാർ എപ്പോ ചോദിച്ചാൽ എപ്പോ കണ്ടാലും ചോദിക്കും വീട് പണി എന്തായി, വീട് പണി എന്തായി. കാര്യം എന്ന് പറഞ്ഞ രാജേഷ്, ഞാൻ ഈ രാജേഷിനെ എൻ്റെ ഒരു വർക്കിന് വായിപ്പിക്കാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും പറ്റത്തില്ല സാറേ, ഞാൻ എനിക്ക് വീട് വെച്ചോണ്ടിരിക്കുക. സാർ അത് പേടിച്ചിട്ടാ. അല്ലല്ല, ഇത് അംബാനി പോലും കെട്ടി തീർത്ത്. ഇതെന്തോന്നിത്, ഇത്ര ഒരു വീട് കെട്ടാൻ വലിയ ബുദ്ധിമുട്ട്.